എല്ലാവർക്കും സ്വാഗതം. 2017 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചിത്രമാണ് ദ തേർഡ് മർഡർ. ഒരു ലീഗൽ ത്രില്ലറായ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കൊറിയുടെ ഹിറോകാസു ആണ്. അവസാന നിമിഷം വരെ ആകാംക്ഷയോടെ നമ്മളെ പിടിച്ചിരുന്ന ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ചിത്രം തുടങ്ങുന്നത് തന്നെ ഒരു കൊലപാതകത്തിലാണ്. ഇയാളാണ് ഈ കഥയിലെ വില്ലൻ. ഒരു വലിയ സ്പാനർ ഉപയോഗിച്ച് മുന്നിൽ പോകുന്ന ആളെ അടിച്ചു വീഴുന്നു. തലയിൽ ശക്തമായി അടിച്ച് അയാളുടെ മരണം ഉറപ്പാക്കുന്നു. പിന്നീട് പെട്രോൾ ഒഴിച്ച് ആ ഡെഡ് ബോഡി കത്തിച്ച് കളയുന്നു. ആ കത്തിക്കൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡി നോക്കി ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. ഇയാളെ നമുക്ക് മുരളി എന്ന് വിളിക്കാം. കാറിൽ മൂന്നാമതായി ഇരിക്കുന്നതാണ് നമ്മുടെ നായകൻ ജോൺ. ജോണിൻ്റെ ഗുരുവിനാണ് മുരളിയുടെ കേസ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ തനിക്ക് ഒറ്റയ്ക്ക് ഈ കേസ് നടത്താൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് ജോണിനെ അയാൾ വിളിച്ചു വരുത്തിയത്. അയാളുടെ രണ്ടാമത്തെ കൊലപാതകമാണിത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പ്രതി കുറ്റം സമ്മതിച്ചായിരുന്നു എന്ന് ജോൺ ചോദിക്കുന്നു. അത് അയാൾ അറസ്റ്റ് ചെയ്തപ്പോഴേ സമ്മതിച്ചതാണ്. അപ്പോൾ പിന്നെ അയാൾക്ക് വധശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായി. ഇതെനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്നാൽ അയാളെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ ഓരോ വട്ടവും ഓരോ കഥകളാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് ഗുരു പറയുന്നു. അതുമാത്രമല്ല, ഇയാളുടെ ആദ്യത്തെ ശിക്ഷ വിധിച്ചത് ജോണിൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെ അവർ മുരളിയെ കാണാനായി ജയിലിലേക്ക് പോയി. ഇതാണ് നിങ്ങളുടെ പുതിയ വക്കീലെന്നും പഴയ നിങ്ങളുടെ ജഡ്ജിയുടെ മകനാണെന്നും മുരളിയോട് അയാൾ പറഞ്ഞു. ജോണിന് വേണ്ടി മുരളിയോട് ചോദ്യം ചെയ്യൽ പോലെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അയാളെ കൊന്നത് നിങ്ങൾ തന്നെയാണെന്നുള്ളതിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഇല്ല, ഞാൻ തന്നെയാണ് കൊന്നത്. നിങ്ങൾ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയുടെ ഉടമയായിരുന്നല്ലോ. എന്തിനാണ് അയാളെ കൊന്നത്? എനിക്ക് ചൂതാട്ടത്തിന് പണം വേണമായിരുന്നു. എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. കടം തന്നവരെയൊക്കെ തിരിച്ച് ചോദിച്ചു തുടങ്ങിയപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനു വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്നാണ് ജോലി നിർത്തിയത് അവിടുന്ന്? സെപ്റ്റംബർ 30. എന്താണ് നിങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള കാരണം? ഞാൻ അവിടുത്തെ സേഫിൽ നിന്നും പണം മോഷ്ടിച്ചു. നിങ്ങളന്ന് മദ്യവെച്ചിട്ടുണ്ടായിരുന്നോ? അതെ. മദ്യവെച്ചതിന് ശേഷമാണോ അയാളെ കൊല്ലാൻ തോന്നിയത്? അതെ. അല്ല, ഞാൻ കഴിഞ്ഞ തവണ ചോദിച്ചപ്പോൾ അയാൾ നേരത്തെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നതാണല്ലോ എന്നോട് പറഞ്ഞേ, ആ ഗുരു പറയുന്നു. ഓ, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ ഓർക്കുന്നില്ല എന്ന് മുരളി പറയുന്നു. അപ്പോൾ നിങ്ങൾ അയാളെ സ്പാനർ വെച്ച് തലയ്ക്ക് അടിച്ച് കൊന്നു. കൊന്നതിന് ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അപ്പോഴാണോ താങ്കൾക്ക് കയ്യിൽ പൊള്ളലേറ്റത്? അതെ എന്ന് മുരളി പറയുന്നു. അപ്പോൾ ഈ പെട്രോൾ എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് ഞാൻ ഫാക്ടറിയുടെ വെയർ ഹൗസിൽ നിന്ന് എടുത്തു. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ പെട്രോൾ കൊണ്ടുപോയിട്ടില്ല? അതെ എന്ന് മുരളി പറയുന്നു. ശരി, ആ മരിച്ച രവിയുടെ വീട്ടുകാർക്ക് ഞാനൊരു കത്ത് എഴുതണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയായിരുന്നോ? ആ ഗുരു ചോദിക്കുന്നു. അതെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാ. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി അവരുടെ ഓഫീസിലേക്ക് പോകുന്നു. ഈ പണത്തിനായുള്ള മോഷണ ശ്രമത്തിനിടയ്ക്കുള്ള കൊലപാതകമായതുകൊണ്ട് വധശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു. ഈ പണത്തിന് വേണ്ടിയുള്ളതെന്നുള്ളത് നമുക്കൊന്ന് മാറ്റാൻ ശ്രമിക്കണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിപ്പറയാൻ അയാൾ സമ്മതിക്കുമോ? സമ്മതിച്ചാലേ ഒരു ജീവപര്യന്തമെങ്കിലും ആക്കി മാറ്റാൻ നമ്മളെക്കൊണ്ട് പറ്റൂ. അയാളുടെ കുടുംബമൊക്കെ, അയാൾക്കൊരു മകൾ മാത്രമാണുള്ളത്, ഒരു 36 വയസ്സുകാരി. നമുക്ക് ആ മകളെ ഒന്ന് പോയി കണ്ടാലോ? അയ്യോ, അതങ്ങ് വളരെ ദൂരെയാണ്. അവിടെ മഞ്ഞ് പെയ്യുന്ന സമയമാണിപ്പോൾ. അതുകൊണ്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അയാൾ 30 വർഷമായി ജയിലിലായിരുന്നു. മകളുമായിട്ടൊന്നും അടുപ്പമുണ്ടാകാൻ സാധ്യതയില്ല. അത് പറയാൻ പറ്റില്ല. നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവൾക്ക് പറയാനുണ്ടെങ്കിലോ? പിറ്റേന്ന് കൊലപാതകം നടന്ന ആ നദിക്കരയിലേക്ക് ജോണും കൂട്ടാളിയും പോകുന്നു. അപ്പോഴാണ് കാല് വയ്യാത്തൊരു പെൺകുട്ടി കൊലപാതക സ്ഥലത്തു നിന്നും അവരെ കണ്ട് നടന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചത്. അവർ ആ സ്ഥലം പരിശോധിച്ച ശേഷം മുരളി അന്ന് പോയ ടാക്സിക്കാരനെ കൊണ്ടുവരുന്നു. ടാക്സിക്കാരിലെ CCTV ക്യാമറയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവുന്നു. കൊലയ്ക്ക് പോകുമ്പോൾ തന്നെ അയാളുടെ കയ്യിൽ ആ പൊള്ളലുണ്ടായിരുന്നു. മാത്രമല്ല, അയാൾ പോക്കറ്റിൽ നിന്ന് എന്തോ എടുക്കുമ്പോൾ പെട്രോളിൻ്റെ മണം വന്നിരുന്നെന്ന് ആ ഡ്രൈവറും പറയുന്നു. പിന്നെ അവർ നേരെ പ്രോസിക്യൂഷൻ വക്കീലിൻ്റെ അടുത്ത് വന്ന് തെളിവുകളൊന്ന് കാണണമെന്ന് പറയുന്നു. ആ തെളിവുകളൊന്നും പുറത്തെടുത്ത് പരിശോധിക്കാൻ പാടില്ലെന്ന് അവർ പറയുന്നു. പരിശോധനയിൽ രവിയുടെ പേഴ്സിൽ പെട്രോളിൻ്റെ പാടുകൾ കണ്ടു. അപ്പോൾ പെട്രോൾ ഒഴിച്ചതിന് ശേഷമാണ് അയാളെ കൊള്ളയടിച്ചത്. അപ്പോൾ കൊള്ളയടിക്കാൻ വേണ്ടി കൊല്ലാൻ തീരുമാനിച്ചിരുന്നതല്ല അല്ലേ എന്ന് ജോൺ ചോദിക്കുന്നു. ഒരു പെട്രോൾ കറയുടെ പേരിൽ എന്തായാലും ഈ കേസിന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിക്കുന്നു. അവിടുന്ന് അവർ പുറത്തിറങ്ങുന്നു. മുരളി ഈ കുറ്റം സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു തെളിവ് മാത്രം മതിയായിരുന്നു. എന്തായാലും മുരളിയുടെ ഫാക്ടറിയിൽ പോയി ഒന്ന് അന്വേഷിക്കേ. ഞാൻ മുരളിയുടെ കയ്യിൽ നിന്ന് കത്തുമായി രവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ജോൺ രവിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് ആ പെൺകുട്ടിയെ കാണുന്നത്. അന്ന് കൊലപാതക സ്ഥലത്ത് വെച്ച് കണ്ട അതേ പെൺകുട്ടി. അത് രവിയുടെ മകൾ മീരയായിരുന്നു. ഇത് മുരളി എഴുതിയ കത്താണെന്നും പറഞ്ഞ് അവൾക്ക് കത്ത് കൊടുക്കുന്നു. ഞാൻ അമ്മയെ വിളിക്കാമെന്നും പറഞ്ഞ് അവൾ നടന്നു പോകുന്നു. ഈ ഒരു കത്ത് എഴുതിയതുകൊണ്ട് ഞങ്ങൾ അവരോട് ക്ഷമിക്കണോ? എൻ്റെ ഭർത്താവിനെ അയാൾ കത്തിച്ച് കളഞ്ഞു. ഞങ്ങൾക്ക് അയാളുടെ മുഖം പോലും കാണാൻ പറ്റിയില്ല. അതും പറഞ്ഞ് ആ കത്ത് അവർ വലിച്ചു കീറി കളഞ്ഞു. മുരളിയുടെ ഫാക്ടറിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് മുരളിയും രവിയുമായി ശമ്പളത്തിൻ്റെ പേരിൽ തർക്കം ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും ഇത് മോഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമാണെന്നുള്ള കാര്യമാണ് നമ്മൾ തിരുത്തേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടും. അങ്ങനെ വീണ്ടും അവർ മുരളിയെ കാണാനായി ജയിലിലേക്ക് ചെല്ലുന്നു. ഇത്തവണ അവർ ഒരു വാരികയായിട്ടാണ് ചെല്ലുന്നത്.
കൊലപാതകത്തെക്കുറിച്ച് മുരളി ആ വാരികയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി രവിയുടെ ഭാര്യയാണ് രവിയെ കൊല്ലാൻ നിന്നെ ഏൽപ്പിച്ചതെന്ന് ഇതിൽ പറയുന്നുണ്ട്. നീ ഇത് ശരിക്കും പറഞ്ഞതാണോ? ആയിരിക്കാം എന്നായിരുന്നു മുരളിയുടെ മറുപടി. അതുകൂടാതെ ഒക്ടോബർ മാസം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5 ലക്ഷം yen വന്നിട്ടുണ്ട്. ഇത് രവിയുടെ ഭാര്യ ഇട്ടതാണോ? അതേ എന്നാണ് മുരളിയുടെ മറുപടി. എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളോടിത് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നാണ് വീണ്ടും മറുപടി. ശരി, രവിയുടെ ഭാര്യ എങ്ങനെയാണ് രവിയെ കൊല്ലാൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ഇമെയിൽ അയച്ചെന്നാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ? ഗുരു ചോദിക്കുന്നു. മുരളിക്ക് രവിയുടെ ഭാര്യ പൈസ കൊടുത്തെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഇത് വെറും ഒരു ക്രിമിനൽ കേസായിട്ട് മാറും. അവളും ഇതിൽ കുറ്റവാളിയാകും. പക്ഷേ ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ: അവളുടെ പേര് പറയാതിരുന്നാൽ തന്നെ ഇതിൽ നിന്ന് ഊരിത്തരാമെന്ന് അവൾ പറഞ്ഞു. ഇതിൽ കൊലപാതകത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും കൊലപാതകത്തിൻ്റെ ഉദ്ദേശം? പ്രതികാരമോ ഇൻഷുറൻസ് തുകയോ? ജോണിനെ പോലെ തന്നെ നമുക്കും മനസ്സിലാവുന്നില്ലല്ലേ. എന്തു തന്നെ ആയാലും മുരളിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഉദ്ദേശമായിരിക്കണം നമ്മൾ കോടതിയിൽ പറയാൻ. അങ്ങനെ അവർക്ക് കിട്ടിയ ഇമെയിൽ ഒരു തെളിവായിട്ട് കോടതിയിൽ സമർപ്പിക്കുന്നു. എന്നാൽ അതൊരു പ്രസക്തിയില്ലാത്ത കാര്യമാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നെങ്കിലും അതിനെ ഒരു തെളിവായി കോടതി പരിഗണിക്കുന്നു. അങ്ങനെ രവിയുടെ ഭാര്യയെയും മുരളിയുടെ മകളെയും വിസ്തരിക്കാനുള്ള അനുവാദം കോടതി കൊടുക്കുന്നു. ജോൺ അടുത്തതായി പോകുന്നത് മുരളി വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലേക്കാണ്. എന്നാൽ മുരളിയെപ്പറ്റി നല്ല അഭിപ്രായമാണ് വീടിൻ്റെ ഓണർ പറഞ്ഞത്. അവർക്ക് രവിയുടെ ഭാര്യയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇവർ ഇവിടെ വന്നിട്ടുള്ളതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവർ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കാല് വയ്യാത്തൊരു പെൺകുട്ടി ഇടയ്ക്കൊക്കെ ഇവിടെ വരുമായിരുന്നെന്ന് അവർ അറിയിക്കുന്നു. അവനിവിടെ പക്ഷികളെയൊക്കെ വളർത്തിയിരുന്നെന്നും അവൻ്റെ ഒരു പക്ഷി ചത്തപ്പോൾ അതിനെ പുറത്ത് കുഴിച്ചിടുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് തന്നോട് ചോദിച്ചെന്നും അവർ പറയുന്നു. പക്ഷിയെ കുഴിച്ചിട്ട സ്ഥലം ജോൺ പരിശോധിച്ചപ്പോൾ രവിയുടെ ഡെഡ് ബോഡി കിടന്ന പോലത്തെ ഒരു കുരിശു പോലത്തെ ചിഹ്നം തന്നെയാണ് ഇവിടെയും കാണാനിടയായത്. നിങ്ങൾ വീട്ടുടമയ്ക്ക് അടുത്ത മാസത്തെ വാടക നേരത്തെ തന്നെ കൊടുത്തു എന്ന് അവർ പറഞ്ഞല്ലോ. അതായത് നിങ്ങൾ അറസ്റ്റിലാകുമെന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു തോന്നുന്നു അല്ലേ? എന്നാൽ അതിന് മറുപടിയായി മുരളി പറയുന്നത് ഇങ്ങനെയാണ്: വാടക കൊടുക്കുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ജയിലിൽ വാടക കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൊടുത്തത്. ഇങ്ങനെ ഒട്ടും പിടിതരാതെ അയാൾ നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജോൺ രവിയുടെ മകൾ മീരയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കാലിൻ്റെ പരിക്ക് ജന്മനാ ഉള്ളതാണെന്നും പറയുന്നുണ്ട്. എന്നാൽ അവൾ കുട്ടിക്കാലത്ത് ഫാക്ടറിയുടെ മുകളിൽ നിന്ന് ചാടിയതാണെന്ന് പറയുന്നവരുമുണ്ട്. ജോൺ പറഞ്ഞതനുസരിച്ച് ജോണിൻ്റെ അച്ഛൻ അവൻ്റെ പഴയ ഫയലുമായി അവിടെ എത്തുന്നു. മുരളി ആദ്യം നടത്തിയ കൊലപാതകത്തിൻ്റെ ഫയലാണത്. എന്നാൽ അന്നും അവൻ്റെ ജീവിത സാഹചര്യങ്ങളും ദാരിദ്ര്യവും ഒക്കെ പരിഗണിച്ചാണ് അവനെ വധശിക്ഷയിൽ നിന്നും ജീവപര്യന്തം ആക്കിയത്. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റൊരാളുടെ ജീവനും നഷ്ടമാവാൻ കാരണമായത്. ജോൺ അങ്ങനെ മുരളിയുടെ മകളെ കാണാനേ പോവുകയാണ്. മുരളിക്ക് പരോള് കിട്ടിയ സമയത്ത് മുരളി ജോണിൻ്റെ അച്ഛൻ അയച്ച ഒരു കത്ത് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിൽ അവനൊരു ഫുഡ് പ്ലാന്റിൽ ജോലിക്ക് കയറി കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. രവിയുടെ കമ്പനിയെ പറ്റിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ മഞ്ഞുകാലം വന്നപ്പോൾ അവൻ അവൻ്റെ മകളെ ഓർത്തുപോയെന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ മുരളിയുടെ നാട്ടിലെത്തി. അന്ന് അവൻ്റെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ അവൻ കണ്ടിരുന്നു. അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഔദ്യോഗികമായി പറഞ്ഞാൽ കൊലപാതകത്തിൻ്റെ കാരണം പ്രതികാരമാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ചോദ്യം ചെയ്യലിനിടയിൽ അവൻ പലതവണ മൊഴി മാറ്റിയിരുന്നു. ജോൺ ആകെ കൺഫ്യൂഷനിലായി. അവൻ ഇപ്പോഴും ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുരളിയുടെ മകളെ അവർക്ക് കണ്ടെത്താനായില്ല. അവളെ പരിചയമുള്ളവരെല്ലാം പറയുന്നത് ഈ കേസ് കാരണം അവൾക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നില്ലെന്നാണ്. മുരളി മരിച്ചു കാണണമെന്നാണ് അവൾക്ക് ആഗ്രഹം. അയാൾ ചെയ്ത കുറ്റത്തിന് ഇവളാണ് അനുഭവിക്കുന്നത്. പിന്നീട് അവർ മുരളിയെ കാണുമ്പോൾ മകളെ കാണാൻ പോയ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ അഭിപ്രായം അതുതന്നെയായിരുന്നു: എൻ്റെ മരണം കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. രവിയുടെ മകളെ ജോൺ വീണ്ടും കാണാനിടയാകുന്നു. അവളോട് മുരളിയുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്ന് അവൾ പറഞ്ഞു. മുരളിക്കൊരു മകളുണ്ടെന്നും 30 വർഷമായി അവർ സംസാരിച്ചിട്ടെന്നും നിന്നെപ്പോലെ കാലിന് അസുഖമുള്ള കുട്ടിയാണ് അവളെന്നും ജോൺ പറഞ്ഞു. ആണോ നിങ്ങൾ ഇത്രയും കൂട്ടാവാൻ കാരണമെന്ന് ജോൺ ചോദിക്കുന്നു. എന്നാൽ മറുപടിയൊന്നും അവൾ പറയുന്നില്ല. പിന്നീട് പല കാര്യങ്ങൾ ചോദിച്ചറിയാനായി രവിയുടെ ഭാര്യയെ വീണ്ടും കാണാനെത്തുന്നുണ്ട്. എന്നാൽ എനിക്കിനി കൂടുതലൊന്നും നിങ്ങളോട് സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് അവരെ ഇറക്കിവിടുകയാണ് ചെയ്യുന്നത്. നിൻ്റെ അച്ഛൻ്റെ മരണശേഷം എന്നെ വിശ്വസിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് അവളുടെ അമ്മ മീരയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് മീര അമ്മയോട് ആ കാര്യം ചോദിക്കുന്നത്. അമ്മ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അവരോട് ആ സത്യം ഒന്ന് പറഞ്ഞൂടെ? അച്ഛനെ കൊല്ലാനല്ല, കമ്പനിയിലെ ആ ഫേക്ക് ടാഗിൻ്റെ കാര്യം പുറത്തറിയിക്കാതിരിക്കാനാണ് പണം തന്നതെന്ന്. എന്നാൽ അത് പറ്റില്ല, സംഭവം പുറത്തറിഞ്ഞാൽ ഫാക്ടറി അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് അവളുടെ അമ്മ പറയുന്നു. ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ പണം ഉണ്ടാക്കുന്നതിലും ഭേദം അത് അടച്ചു പൂട്ടുന്നതല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ വൃത്തികെട്ട പണമാണ് നിന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയെന്ന് അമ്മ മീരയോട് പറയുന്നു. അതുപോലെ ഒരു കാര്യം കൂടി, കോടതിയിൽ നിന്നെയും വിളിപ്പിക്കും. അപ്പോൾ ഫാക്ടറിയുടെ കാര്യമോ അച്ഛൻ്റെ കാര്യമോ ഒന്നും നീ പറയാൻ നിൽക്കരുത്. ജോൺ വീണ്ടും ജയിലിൽ പോയി മുരളിയെ കാണുന്നു. കോടതിയിൽ പറയാനുള്ള കാര്യങ്ങൾ അയാളെ പഠിച്ച് കേൾപ്പിക്കുന്നു. പ്രധാനമായും അയാളുടെ പേഴ്സ് ഒരിക്കലും മോഷ്ടിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു എന്ന് പറയണം. പിന്നെ ഈ കേസിലെ പ്രധാന കുറ്റവാളി അയാളുടെ ഭാര്യയാണ്. അവരാണ് നിങ്ങളെ കൊല്ലാൻ ഏൽപ്പിച്ചത്.
ജോൺ അവിടെ നിന്നും പോകാൻ നേരം മുരളി ചോദിക്കുന്നുണ്ട്, ഈ ഇൻഷുറൻസിൻ്റെ കഥ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കഥയോ? അപ്പോൾ ഇതും കഥയാണോ? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചാണ്, നിങ്ങൾക്ക് വിശ്വാസമായോ എന്നറിയാൻ ചോദിച്ചാണെന്ന് പറഞ്ഞ് അവനകത്തേക്ക് പോകുന്നു. അങ്ങനെ വിചാരണ ദിവസം അവനെ കോടതിയിൽ ഹാജരാക്കുന്നു. വിയുടെ കുടുംബവും അവിടെ എത്തിയിട്ടുണ്ട്. മുരളിയോട് പ്രതിക്കൂട്ടിൽ ചെന്ന് നിൽക്കാൻ ജഡ്ജി ആവശ്യപ്പെടുന്നുണ്ട്. പ്രോസിക്യൂട്ടർ കുറ്റപത്രം വായിക്കുന്നു. പ്രതിയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഇവയൊക്കെയാണ്. 50 വയസ്സുള്ള രവിയെ കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തോടെ കൊലപ്പെടുത്താൻ പ്രതി തീരുമാനിച്ചു. 2017 ഒക്ടോബർ 11 രാത്രി ഏകദേശം 12:30 നദിയുടെ തീരത്ത് വെച്ച് പ്രതി വലിയ സ്പാനർ ഉപയോഗിച്ച് ഇരയെ പലതവണ അടിച്ചു. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ജഡ്ജി മുരളിയോട് ചോദിക്കുന്നു. ഉണ്ടെന്ന് മുരളി പറയുന്നു. പേഴ്സ് മോഷ്ടിക്കാനല്ല ഞാൻ അയാളെ കൊന്നത്. അയാളുടെ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അതിനായി സെപ്റ്റംബർ 27 സാക്ഷി പ്രതിക്ക് അയച്ച ഇമെയിൽ ജോൺ അവിടെ കൈമാറുന്നു. ഈ ഇമെയിലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ജോൺ രവിയുടെ ഭാര്യയോട് ചോദിക്കുന്നു. എന്നാൽ ഇത് ജോലി സംബന്ധമായ കാര്യമാണെന്നും ഫാക്ടറിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഭർത്താവായിരുന്നെന്നും അവൾ അറിയിക്കുന്നു. ഈ മെയിൽ അയച്ചത് താനല്ല, ഭർത്താവായിരിക്കണമെന്ന് അവൾ പറയുന്നു. മുരളിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത ഈ 5 ലക്ഷം അത് നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാനുള്ള പണമായിരുന്നില്ലേ? അല്ല, അത് എൻ്റെ ഫോണിൽ നിന്ന് ഭർത്താവ് അയച്ച പണമാണ്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ പണം കൊടുത്തുവെന്ന് മുരളി പറയുന്നത് കള്ളമാണോ? അതേന്ന് അവൾ മറുപടി പറയുന്നു. മുരളി അന്ന് ജോണിൻ്റെ അച്ഛൻ അയച്ച കത്തിൽ മഞ്ഞുകാലത്ത് ഒരു പെൺകുട്ടിയോടൊപ്പം മണ്ണുകൊണ്ട് രൂപം ഉണ്ടാക്കിയെന്നും അപ്പോഴാണ് തനിക്ക് തൻ്റെ മകളെ ഓർമ്മ വന്നതെന്നും കത്തിൽ എഴുതിയത് ജോൺ ഓർക്കുന്നു. അപ്പോൾ മീരയായിരിക്കണം ആ പെൺകുട്ടി. അതറിയാനായി മീരയെ അവൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു. അത് ശരിയായിരുന്നു, അത് അവൾ തന്നെയായിരുന്നു. അവൾ വന്നതിന് ശേഷമാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവരറിയുന്നത്. മീരയുടെ അച്ഛൻ അവളെ 14 വയസ്സ് മുതൽ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നെന്ന് അവൾ അയാളോട് പറഞ്ഞിരുന്നു. അയാൾ അവൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവൾ ജോണിനോട് പറഞ്ഞു. ഇതാണ് കൊലപാതകത്തിൻ്റെ കാരണം. മുരളിയും എൻ്റെ അമ്മയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഇത് കോടതിയിൽ പറയാൻ തയ്യാറാണോ എന്ന് അവർ ചോദിക്കുന്നു. അതേന്ന് അവൾ മറുപടി പറയുന്നു. പക്ഷേ അച്ഛനെ കൊല്ലാൻ നീ അയാളോട് ആവശ്യപ്പെട്ടിരുന്നില്ല അല്ലേ? ഇല്ല, പക്ഷേ അയാൾ ആരെങ്കിലും കൊന്നിരുന്നെങ്കിലെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നു. പിന്നെ എങ്ങനെയാണ് മുരളി അത് ചെയ്തത്? അതയാൾ മനസ്സിലാക്കിയിരുന്നു എന്നായിരുന്നു അവളുടെ മറുപടി. കഠിനമായ പല ചോദ്യങ്ങളും പ്രോസിക്യൂഷൻ ചോദിക്കും. അതൊക്കെ നേരിടാൻ നീ തയ്യാറാണോ? അതേ എന്ന് മറുപടി പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. എന്നാൽ പോകുമ്പോൾ ജോൺ ഒരു കാര്യം കൂടി അവളോട് ചോദിക്കുന്നു. ഇപ്പോൾ ഇത് തുറന്നു പറയാനുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ അവൾ പറയുന്നത്, എൻ്റെ അമ്മയെപ്പോലെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ജോൺ ആകെ അസ്വസ്ഥനാണ്. എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾ പറഞ്ഞതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന് പോലും അവന് മനസ്സിലാകുന്നില്ല. പക്ഷേ അവളായിരിക്കാം ഈ കൊലപാതകം ചെയ്തത്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ചേർന്നായിരിക്കാം. അങ്ങനെ പല പല ചിന്തകളുമായി അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ജോൺ മുരളിയെ കാണാനായി വീണ്ടും ജയിലിലേക്ക് വന്നു. ഇരയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഈ ഫോട്ടോ ഓർമ്മയുണ്ടോ? മഞ്ഞുവീഴ്ചയുള്ളപ്പോൾ നദിക്കരയിൽ വെച്ച് ഫെബ്രുവരി 15 എടുത്തതാണ്. അവൾ പറഞ്ഞതനുസരിച്ച് അവിടെ വെച്ച് അവൾ നിങ്ങളോട് മനസ്സ് തുറന്നു. അച്ഛൻ സ്ഥിരമായി തന്നെ റേപ്പ് ചെയ്യാറുണ്ടെന്ന് അവൾ പറഞ്ഞു. എന്നാൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലാതെ എനിക്ക് ഓർമ്മയില്ലെന്നാണ് മുരളി പറഞ്ഞത്. ആണോ? പക്ഷേ ഈ പോസ്റ്റ് കാർഡ് ഓർമ്മയുണ്ടോ? നിങ്ങളെൻ്റെ അച്ഛൻ അയച്ച പോസ്റ്റ് കാർഡ്. ഫെബ്രുവരി 20, അതായത് നിങ്ങൾ സെൽഫി എടുത്ത് 5 ദിവസം കഴിഞ്ഞ് അയച്ചത്. വർഷങ്ങളായി കാണാത്ത മകളായി നിങ്ങൾക്ക് മീരയെ തോന്നി. മീരയെ രക്ഷിക്കാൻ രവിയെ നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചു. അവൾ അയാളുടെ മരണം ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങളങ്ങ് ഊഹിച്ചു. ഇത്രയും കേട്ടിട്ട് മുരളി ചിരിച്ചുകൊണ്ട് പറയാണ്, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? ഇതൊക്കെ വെറും പച്ച കള്ളമാണെന്ന്. ആ പെൺകുട്ടി വാ തുറന്നാൽ കള്ളത്തരമേ പറയൂ. ശരി, അങ്ങനെയെങ്കിൽ അവൾ എന്തിനാ നിങ്ങളെ സഹായിക്കാൻ കള്ളം പറയുന്നത്? അത് അവളോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് മുരളി പറയുന്നു. ശരി, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. കൊലപാതകം നടന്ന സമയത്ത് രവി നദീതീരത്തേക്ക് നിങ്ങളുടെ കൂടെ എങ്ങനെ വന്നു? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. അതെന്തായിരുന്നു ആ പ്രധാനപ്പെട്ട കാര്യം? അത് ആ ഫേക്ക് ടാഗുകളുടെ കാര്യമായിരുന്നു. എന്താണത്? മാസത്തിലൊരിക്കൽ ഫാക്ടറിയിലേക്ക് അനധികൃതമായി കുറേ ധാന്യപ്പൊടികൾ വന്നിരുന്നു. നിസ്സാര വിലയ്ക്ക് വാങ്ങിക്കുന്ന ആ പൊടികളാണ് നല്ല പൊടിക്ക് പകരം അയാൾ അതിൽ ഉപയോഗിച്ചിരുന്നത്. ഓ, അത് ശരി. അപ്പോൾ ആ 5 ലക്ഷം? അതെ, അത് പുറത്തു പറയാതിരിക്കാൻ എനിക്ക് തന്നതാണ് ആ 5 ലക്ഷം. പിന്നെ എന്തിനാണ് നിങ്ങൾ കള്ളം പറഞ്ഞത്? അച്ഛൻ മകളോട് കാണിക്കുന്നത് കണ്ടില്ലെന്നടിച്ച രവിയുടെ ഭാര്യയെ ശിക്ഷിക്കാൻ വേണ്ടിയാണോ നീ അത് ചെയ്തത്? ജോൺ, ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. എന്തായാലും തുറന്നു പറയാൻ ജോൺ ആവശ്യപ്പെടുന്നു. അപ്പോൾ മുരളി പറയുകയാണ്, അതൊരു കള്ളമായിരുന്നു. ഏത്? ഞാൻ ഒരിക്കലും നദീതീരത്തേക്ക് പോയിട്ടില്ല. എന്നുവെച്ചാൽ അയാളെ കൊന്നത് ഞാനല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ജോണിൻ്റെ നിയന്ത്രണം പോയി. അതാണ് സത്യം. ഞാൻ അയാളെ കൊന്നിട്ടില്ല.
പക്ഷേ എന്തിനാ ഇതിപ്പോൾ എന്നോട് പറയുന്നേ? ആദ്യമേ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഞാൻ പറഞ്ഞതാണ്, ഞാൻ കൊന്നിട്ടില്ലെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞു. പോലീസിനോടും പ്രോസിക്യൂട്ടർമാരോടും എൻ്റെ വക്കീലിനോട് വരെ ഞാൻ പറഞ്ഞു. എന്നാൽ നുണ പറയുന്നത് നിർത്താനാണ് വക്കീൽ എന്നെ ഉപദേശിച്ചത്. കുറ്റം സമ്മതിച്ചാൽ വധശിക്ഷ ഒഴിവാകുമെന്നും അവർ എന്നോട് പറഞ്ഞു. പക്ഷേ വധശിക്ഷ വിധിച്ചില്ലെങ്കിലും നിങ്ങളെ അവർ ജയിലിലടയ്ക്കും. അപ്പോൾ മുരളി പറയുകയാണ്, ആളുകളെ പറ്റിക്കുന്ന ഒരു മുതലാളിയുടെ കൂടെ പണിയെടുക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ജയിലിൽ എനിക്ക് കള്ളം പറയാതെങ്കിലും ജീവിക്കാമല്ലോ. മുരളി വീണ്ടും ജോണിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിങ്ങനെ ഓരോ വട്ടം ഓരോ കഥ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല എന്ന് മുരളി പറയുന്നു. മുരളി, എനിക്ക് മതിയായി, എനിക്ക് സത്യം എന്താണെന്ന് അറിയണം. അപ്പോൾ ആ പേഴ്സിൻ്റെ കാര്യം, നിങ്ങളത് മോഷ്ടിച്ചല്ലേ? അതെ, കുറ്റം നടക്കുന്ന അന്ന് ഞാൻ അയാളുടെ പേഴ്സ് മോഷ്ടിച്ചു. ഏക്ടാകേണ്ട കാര്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഞാൻ അയാളെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ആ പണം ഞാൻ എൻ്റെ മകൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ ആ പൊള്ളൽ എന്തായിരുന്നു? അത് ഞാൻ തലേ ദിവസം തീ കായാനിരുന്നപ്പോൾ പൊള്ളിയതാണ്. മുരളി വീണ്ടും ജോണിനോട് ചോദിക്കുന്നു, ഇപ്പോൾ എന്നെ വിശ്വാസമായോ? അപ്പോൾ ജോൺ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ക്ലയൻ്റാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞാൻ നിൽക്കൂ. പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഈ വസ്തുതകൾ നിഷേധിച്ചാൽ അതൊരു വലിയ ബുദ്ധിമോശമായി പോകും. നിയമമൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്കെന്നെ വിശ്വാസമാണോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, പക്ഷേ ഈ സമയത്ത് ഒരു റിസ്ക് എടുക്കണോ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. വേണം എന്നാണ് മുരളിയുടെ മറുപടി. അങ്ങനെ ജോൺ അവൻ്റെ ഗുരുവുമായി വീണ്ടും ചർച്ച നടത്തുന്നു. വക്കീൽ പറഞ്ഞതനുസരിച്ച് അവൻ കുറ്റം ഏറ്റെടുത്തതാണെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും അവൻ ചിലപ്പോൾ വീണ്ടും ഇത് മാറ്റിപ്പറയുമെന്നും അയാൾ പറയുന്നു. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, അവൻ കുറ്റം ചെയ്തതായി നമ്മൾ 3 പേരും കരുതുന്നുണ്ടോ? അവനത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ദൃക്സാക്ഷികൾ ആരുമില്ല. അവൻ്റെ കുറ്റസമ്മതം മാത്രമാണ് പ്രോസിക്യൂഷൻ്റെ പക്കലുള്ള വ്യക്തമായ തെളിവ്. സംഭവം അതൊന്നുമല്ല. അവൻ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. വിചാരണ തുടങ്ങി വധശിക്ഷ കിട്ടുമെന്നും ആയപ്പം അവൻ മൊഴി മാറ്റി ശിക്ഷ പരമാവധി കുറയ്ക്കാൻ നോക്കുന്നതാണ്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അല്ല, ഈ മനുഷ്യൻ അങ്ങനെയല്ലെന്ന് ജോൺ പറയുന്നു. ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണല്ലോ. എന്ത് പ്രശ്നം? പിന്നല്ലാതെ. ഗുരു കൊലപാതകത്തിൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്നു, സാധാരണ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ജോൺ പറയുകയാണ്, അമ്മാതിരി ഒരു തന്ത കൊല്ലപ്പെടാൻ അർഹനാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മൾ ഈ കേസ് തോൽക്കും. ജഡ്ജിയുടെ മുന്നിൽ നാണം കെടുകയും ചെയ്യും. അങ്ങനെ മീരയോട് ജോൺ മീര പറഞ്ഞ കഥ അവൻ നിഷേധിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ അയാൾ ഈ കൊലപാതകമേ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ നിന്നെ രക്ഷിക്കാനാണ് ഇത് ചെയ്തതെന്ന കാര്യം ഇനി നീ തുറന്നു പറയരുത്. എന്നാൽ അവൾക്ക് സത്യം പറയാൻ അവസരം കൊടുക്കണമെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ജോൺ പറയുന്നുണ്ട്, നിനക്ക് അയാളെ രക്ഷപ്പെടുത്താനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അവളെ സാക്ഷി പറയാനായി കോടതി വിളിപ്പിക്കുന്നു. അവളോട് പ്രോസിക്യൂഷൻ ചോദിക്കുന്നു, കൊള്ളയടിക്കണമെന്ന ലക്ഷ്യത്തോടെ നിങ്ങളുടെ പിതാവിനെ ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തി, ശരിയല്ലേ? അപ്പോൾ അയാൾ പറയുന്നു, മുരളി എൻ്റെ അച്ഛനെ കൊന്നത് അച്ഛൻ്റെ പേഴ്സ് മോഷ്ടിക്കാനല്ലത് എനിക്ക് ഉറപ്പാണ്. പ്രതിക്ക് എന്ത് ശിക്ഷ കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വധശിക്ഷ കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് കേട്ട് പ്രോസിക്യൂഷൻ ഞെട്ടുന്നു. ഇവൾ എന്താണ് ഈ പറയുന്നത്? അച്ഛനെ കൊന്ന ആൾക്ക് ശിക്ഷ കൊടുക്കണമെന്നോ? ശരി, മരിച്ചുപോയ അച്ഛന് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ജന്മം തരികയും പഠിപ്പിക്കുകയും ചെയ്തതിന് ഞാൻ എന്നും അച്ഛനോട് നന്ദിയുള്ളവളായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അടുത്തത് മുരളിയാണ് വിസ്തരിക്കുന്നത്. ഒക്ടോബർ 11 രാത്രി മുതലാളി തിരിച്ചു വരുന്നത് നോക്കി നിങ്ങൾ ഫാക്ടറിയുടെ മുന്നിൽ കാത്തിരുന്നു, ശരിയല്ലേ? അതെ. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? ഭീഷണിപ്പെടുത്തണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അയാൾ പേഴ്സ് തരുമെന്നാണ് കരുതിയത്. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിൽ എനിക്ക് അയാളോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. ആ പേഴ്സ് എന്ത് ചെയ്തു? അത് ഞാൻ എടുത്തു. ഞാൻ അത്രേ ചെയ്തുള്ളൂ, വേറൊന്നും ചെയ്തില്ല. ഞാൻ നദീതീരത്തേക്ക് പോയിട്ടില്ല. ഞാൻ അയാളെ കൊന്നിട്ടുമില്ല. അപ്പോഴേക്കും കോടതി മുറി ആകെ ബഹളത്തിലായി. എല്ലാവരും ആശ്ചര്യപ്പെട്ടുപോയി. മുരളി സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ കൊന്നിട്ടില്ലെന്ന് എല്ലാവരോടും പറഞ്ഞതാണ്, ആരും കേട്ടില്ല. കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ ഒഴിവാക്കി തരാമെന്ന് എൻ്റെ വക്കീൽ വരെ പറഞ്ഞു. ജഡ്ജി മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും മുരളി തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ എന്തു പറഞ്ഞാലും ആരും എന്നെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് സത്യമൊന്ന് കേൾക്കാൻ ഞാൻ ഈ കിടന്ന് കാല് പിടിക്കുന്നത്. യുവർ ഓണർ, ഞാൻ അയാളെ കൊന്നിട്ടില്ല. അങ്ങനെ പ്രോസിക്യൂഷനും എതിർഭാഗവും ജഡ്ജിയും കൂടെ ചർച്ച നടത്തുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ വസ്തുതകളെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുന്നു. എതിർക്കുന്നില്ല എന്ന് ഗുരു പറഞ്ഞെങ്കിലും ഞാൻ എതിർക്കുന്നുണ്ടെന്നാണ് ജോൺ പറഞ്ഞത്. പ്രോസിക്യൂട്ടറിനോട് ചോദിക്കുമ്പോൾ കൊലപാതക കുറ്റം പ്രതിഭാഗം അംഗീകരിച്ചതാണ്. അപ്പോൾ ഇനി പുനർവിചാരണയായി മുന്നോട്ട് പോകാനാണ് അവർക്ക് താല്പര്യമെന്നാണ് അവർ പറയുന്നത്. ജഡ്ജിക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളത്.
അങ്ങനെ വിചാരണ തുടരാൻ അവർ നിശ്ചയിക്കുന്നു. ഒരു പുനർവിചാരണ നടത്താൻ കോടതി അനുവദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ജോൺ പറയുന്നു. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ജഡ്ജിക്ക് തോന്നിക്കാണില്ല. അവരെല്ലാം പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു, എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ. പുനർവിചാരണ അന്തിമ തീരുമാനത്തെ ബാധിക്കില്ലെന്ന് വളരെ വ്യക്തമായി തന്നെ ജഡ്ജി പറഞ്ഞിട്ടു. മുരളി കൊലയാളിയല്ലെന്ന് ആരും വിശ്വസിക്കുന്നില്ല. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രശസ്തി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ജഡ്ജി ഒരിക്കലും ഒരു വിചാരണയുടെ വിധി വൈകിപ്പിക്കത്തില്ല. അങ്ങനെ കോടതിയിൽ വിധി പറയുന്ന ദിവസം വന്നെത്തി. കവർച്ച, കൊലപാതകം എന്നീ കുറ്റങ്ങൾക്കായി കോടതി ശിക്ഷ വിധിച്ചു. അതെ, മുരളിക്ക് വധശിക്ഷ വിധിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയുന്ന പ്രതിയുടെ ന്യായങ്ങൾ യുക്തിരഹിതവും വിവേകരഹിതവുമാണെന്ന് കോടതി പറയുന്നു. അതുപോലെ പേഴ്സുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം നടത്തിയ മോഷണ പരാമർശം തെളിവുകളുടെ അഭാവത്തിൽ സ്വീകരിക്കാനും കഴിയുന്നില്ല. പിന്നീട് ആ ഇമെയിലിൻ്റെ കാര്യത്തിലും പ്രതിയും ഭാര്യയും തമ്മിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചയും നടന്നിട്ടില്ലെന്നും വ്യക്തമായിരിക്കുന്നു. മാത്രമല്ല, അന്വേഷണത്തിനിടെ കുറ്റസമ്മതം നടത്തിയ പ്രതി തുടർന്നുള്ള അന്വേഷണത്തിൽ മൊഴി മാറ്റുകയും അത് പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെല്ലാം അസാധുവാക്കുകയും ചെയ്തു. അങ്ങനെ മുരളിയെ വിലങ്ങുകളിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. അയാൾ ജോണിനോട് നന്ദി പറയുന്നുണ്ട്. അയാൾ മീരയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ നടന്നു നീങ്ങുകയാണ്. ജോണിന് ഇപ്പോഴും കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. ശരിക്കും അയാൾ നിരപരാധിയായിരുന്നു. ജോൺ വീണ്ടും മുരളിയെ കാണാനായി ജയിലിലേക്ക് പോയി. മുരളിയോട് ജോൺ ഒരു കാര്യം ചോദിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? നിങ്ങൾക്ക് കുറ്റം സമ്മതിക്കാമായിരുന്നല്ലോ. മീരയെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണോ നിങ്ങളങ്ങനെ ചെയ്തത്? മുരളി ചിരിച്ചുകൊണ്ട് ജോണിനോട് ചോദിക്കുകയാണ്, ഇതൊരു ചോദ്യം ചെയ്യലാണോ? അപ്പോൾ ജോൺ പറയുന്നുണ്ട്, അല്ല, ഒരിക്കലുമല്ല. അപ്പോൾ മുരളി ജോണിനോട്, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ പെട്ടെന്നുള്ള മാറ്റം നിങ്ങൾ അംഗീകരിച്ചതും അതുകൊണ്ട് തന്നെയാണോ? അതെ എന്നായിരുന്നു ജോണിൻ്റെ മറുപടി. ചിത്രം കഴിയുമ്പോൾ രണ്ട് കാര്യമാണ് നമുക്ക് തോന്നുന്നത്. ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ ആ മൂന്നാമത്തെ കൊലപാതകം നീതിപീഠം അവന് കൊടുത്ത ഈ വധശിക്ഷയാണോ, അതോ അവൻ ശരിക്കും സത്യത്തെ കൊലപ്പെടുത്തുകയായിരുന്നോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള സിനിമാ കഥകൾ ഇനിയും കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.